ഇരുന്ന് തിന്നുന്നവനെ തുരന്നു തിന്നുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതാ ഇപ്പോൾ കണ്ടോ. സോറി, ഇനി ഇത് AI ചിത്രമാണെന്ന് പറഞ്ഞ് വന്നേക്കല്ലേ. ആ കാലത്ത് ഈ AI ഒന്നും വന്നിട്ടില്ല സാറന്മാരെ. പിന്നെ നമ്മൾ പണിയെടുത്ത് തിന്നുന്ന ഒരു ചരിത്രമില്ലല്ലോ. പൊതുപ്രവർത്തക കുപ്പായി ഇട്ട് കഴിഞ്ഞാൽ മൂട്ടയുടെ പണിയാണ് സുന്ദരമായിട്ട് ഊറ്റുക, അതായത് പരാതത്തിൻ്റെ പണി. പണ്ടൊരു ജനാർദ്ദനേട്ടൻ ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്ന്, ബീഡി തെറുപ്പുകാരനായിരുന്നു അദ്ദേഹം. പാർക്കിൻസൺസ് രോഗം ഉണ്ടായിട്ടുകൂടി വിറയ്ക്കുന്ന കൈവിരൽ കൊണ്ട് ബീഡി തെറുക്കുമായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് മിച്ചം പിടിച്ച ഏകദേശം 3 ലക്ഷത്തോളം രൂപ, വലിയ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ആ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു സ്നേഹത്തോടെ. പക്ഷേ ആ പണം പലരും കൊണ്ടുപോയി. എല്ലാവരും അല്ല, പലരും കൊണ്ടുപോയി. അവർ 25 ലക്ഷം രൂപ കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ടായിരുന്നു. മറ്റൊന്ന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, കോടിയേരി ബാലകൃഷ്ണൻ്റെ അകമ്പടി പോയ ഒരു പോലീസുകാരൻ ആക്സിഡൻറ്റിലോ മറ്റോ മരിച്ചപ്പം 20 ലക്ഷം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു കൊടുത്തു. അയാൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് തികച്ചും ഇല്ലീഗലാണ്. കാരണം ആശ്രിത നിയമനം അനുസരിച്ച് അവരുടെ കുടുംബത്തിന് ജോലി കിട്ടും, കൂടാതെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ വലിയ ഒരു എമൗണ്ട് കിട്ടും. എന്നിട്ട് കൂടി പൊതുജന കഷ്ടപ്പെട്ട് ഏറ്റവും സാധാരണക്കാരായ അഗതികളായ ആൾക്കാർക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കേണ്ട പണമാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഇവർക്ക് ആരും ഒരു പ്രശ്നമല്ല. ഇരുന്ന് നിൽക്കുന്നവനെ തുരന്നു തന്നെ തിന്നും.